ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ ഏകാഗിയായിരിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ടു. യേശുക്രിസ്തു അന്ന് കുരിശേറിയ ആ വേദനയുടെ പ്രതിരൂപമായി കുരിശിന്മേൽ കിടന്ന് എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടതെന്ന് വിളിച്ചു ഒരു ശബ്ദമുണ്ട്. കുരിശിന്മേൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞതായ ഒരു ശബ്ദമുണ്ട്. കുരിശിന്മേൽ കിടന്ന് എൻ്റെ പ്രാണനെ നിങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു പറഞ്ഞതായ ശബ്ദമുണ്ട്. എന്നാൽ ഈ ശബ്ദം അന്ന് യേശു വേദനിച്ച് ഞരങ്ങി പറഞ്ഞ ശബ്ദമല്ല, അധികാരത്തിൻ്റെ സ്വരമാണ്, ശക്തിയുടെ സ്വരമാണ്. യേശുക്രിസ്തു രാജാവായി വാഴുന്നതിൻ്റെ സ്വരമാണ്. അന്ന് മുൾമുടിയേറ്റ് കടന്നുപോയ യേശു രാജകിരീടം ചൂടി മടങ്ങി വരുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, മുൾമുടിയേറ്റാണ് കടന്നുപോയത്, യാതനേറ്റ് പെടഞ്ഞാണ് കടന്നുപോയത്. മുഖത്ത് ഇടിക്കുന്നു, രോഗങ്ങൾ വെടിവെക്കുന്നു, മുഖത്ത് രോഗങ്ങളിൽ നിന്ന് രക്തം തുളിച്ചു വരുന്നു, ശിരസിൽ മുൾപിടിച്ച് ആഞ്ഞാഞ്ഞടിക്കുന്നു, കാരിരുമ്പാണി പോലത്തെ മുള്ളുകൾ തലയിൽ തറഞ്ഞു കയറുന്നു, ചങ്കിലി കുന്തം കൊണ്ട് കുത്തുന്നു, കൈയും കാലും തുളച്ചിരിക്കുന്നു. വേദന പ്രതീകമായി യേശു കുരിശുമേൽ കിടന്നു. വേദന യാതൻ്റെ പ്രതീകമായി കുരിശുമേൽ കിടന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇത് വലിയ ഘോഷമായ ശബ്ദമാണ്, ആഘോഷത്തോടെ ശബ്ദമാണ്, ആരവാരം പോലത്തെ ശബ്ദമാണ്, പെരുവെള്ളത്തിൻ്റെ എരിച്ചിൽ പോലുള്ള ശബ്ദമാണ്. പെരുവെള്ളത്തിൻ്റെ എരിച്ചിൽ പോലെ മഹാനാദം പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ മഹാനാദം ഇനിയൊരു ദിവസം കേൾക്കും. ഈ മഹാനാദം എന്താണെന്നറിയാമോ? വിശുദ്ധന്മാരായി നാം നിൽക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ ഗംഭീരനാദം നാം കേൾക്കും. ഗംഭീരനാദം. വിശുദ്ധന്മാരായി നിൽക്കുമെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഈ മഹാനാദം കേട്ട് നമുക്ക് പുറപ്പെടാൻ സാധിക്കും, നമുക്ക് പറക്കാൻ സാധിക്കും. ഈ ശരീരം, പുറമെയുള്ള ശരീരം, അത് ഉരിഞ്ഞു പോയിട്ട് ഒരാത്മശരീരം പ്രാപിക്കും. ഈ ശരീരം രൂപാന്തരപ്പെട്ടിട്ട് ഒരാത്മശരീരം പ്രാപിക്കും. എന്നിട്ട് നാം ആകാശവീഥികളിലൂടെ പറന്നുയരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മഹാശബ്ദമല്ലാതെ കേൾക്കുന്നത്, ഇന്ന് കർത്താവ് ദീനത്വമാർന്ന ശബ്ദമാണ് കേൾക്കുന്നത്, ദയനീയമായ ശബ്ദമാണ് കേൾക്കുന്നത്. എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടതെന്ത്. കർത്താവ് ഇന്ന് വേദനയോടെ നിലവിളിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ അന്നങ്ങനെയല്ല. അന്ന് ഗംഭീരനാദം പുറപ്പെടുകയാണ്. ഗംഭീരനാദം കേൾക്കൂ. നിങ്ങൾ ഓരോരുത്തരും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചുള്ളൂ. നിങ്ങളൊരു പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് കേട്ടില്ലെങ്കിൽ കേൾക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മരിച്ച് മൺമറന്നതിന് ശേഷം നിങ്ങൾ വിശുദ്ധരാണെങ്കിൽ, കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ശവക്കല്ലറയിൽ ഈ ശബ്ദം കേൾക്കാം. കല്ലറയിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും. ശവക്കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. ആ പഴയ ശരീരത്തിൽ, പഴയ ആകൃതിയിൽ. നിങ്ങൾ ചോദിക്കപ്പോൾ ശരീരം ചുട്ടുകളഞ്ഞ ശരീരമാണെങ്കിലോ, ശരീരം എന്തുപോയി ചാരവായ്പ തന്നതാണെങ്കിലോ, അല്ല വെള്ളത്തിൽ മത്സ്യം വിഴുങ്ങിയ ശരീരമാണെങ്കിലോ, ഒന്നും നോക്കണ്ട. അന്ന് ഈ ശരീരം അതേ ഛായയിൽ, അതേ രൂപത്തിൽ ഒരാത്മശരീരമായി ഉയർത്തെഴുന്നേൽക്കും വിശുദ്ധരാണെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? യേശുക്രിസ്തു വീണ്ടും വരും. ഗംഭീരനാദം. കർത്താവിൻ താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളെടുക്കപ്പെടും. നോക്കൂ, നാം എല്ലാ മേഘങ്ങളിലേക്ക് പറന്നുയരും. നയവാന്മാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പോയി ഇടുന്നു. വിശുദ്ധന്മാർ മാത്രം പുതിയ നീതിயின் വസ്ത്രം ധരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ഗംഭീരനാദം കേട്ടുകൊണ്ട്, നാദം കേട്ടുകൊണ്ട്, മുകിൽ മേഘം, മേഘത്തിൻ്റെ ശോഭയിന്മേൽ, മുകിലഴകിന്മേൽ ആഘോഷിതനായി ഇടുന്നു. ആഘോഷത്തോടെ എഴുന്നള്ളി വരും. അന്ന് നയവാന്മാർ മാത്രം, വിശുദ്ധന്മാർ മാത്രം, നയവാന്മാർ തൻ യേശുക്രിസ്തുവിൻ്റെ മുൻ വരവിന് മുൻപുള്ള കൊമ്പിനാദം, കാഹളനാദം കേട്ടിട്ട് അങ്കി അണിഞ്ഞ് നീതി വസ്ത്രം ധരിച്ചുകൊണ്ട് യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് പറക്കും. ഇന്ന് നാം ഈ ശരീരത്തിൽ ഭൂമിയിലിരിക്കുകയാണ്. ഒരു ദിവസം നാം പറക്കും. അറിയാമോ നിങ്ങൾക്ക്? ഇതൊക്കെ സംഭവിക്കാമെന്ന് അറിയാമോ? വിശ്വാസമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ ആദ്യകാലം മുതലേ എൻ്റെ ഹൃദയത്തെ കീഴടക്കിയിരുന്ന ചില അനുഗ്രഹീത ചിന്തകളാണിതെല്ലാം. യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരാമല്ലോ. ഇവിടെയുള്ള ക്ലേശങ്ങൾ തീരുമല്ലോ, ഇവിടെയുള്ള അത്യാഹിതങ്ങൾ തീരുമല്ലോ, ഇവിടെയുള്ള ആപത്തുകൾ തീരുമല്ലോ, ഇവിടെ കെടുതികൾ തീരുമല്ലോ, ഇവിടെയുള്ള പ്രയാസങ്ങൾ തീരുമല്ലോ, ഇവിടെ മനോവൈഷമ്യങ്ങൾ തീരുമല്ലോ, ഇവിടെയുള്ള ഏകാന്തത തീരുമല്ലോ. യേശുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരാം. വലിയൊരു സമൂഹം, വിശുദ്ധന്മാരുടെ കൂട്ടം മധ്യാകാശത്തെ സമ്മേളിക്കും.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ മണവാട്ടി സഭ മധ്യാകാശത്തിൽ ക്രിസ്തുവിൻ്റെ വാതിൽക്കലേക്ക് എത്തിച്ചേരും. അത്യന്തം മനോഹരമായൊരു സംഭവം നടക്കും. അതാണ് പിതാക്കന്മാർ കുർബാനയുടെ ഒത്ത മധ്യത്തിൽ പറയുന്നത്: ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ എഴുന്നള്ളത്തുണ്ട്. ക്രിസ്തു വീണ്ടും വരും. രണ്ടാമത്തെ എഴുന്നള്ളത്ത്. സ്തോത്രം. സഹോദരങ്ങളെ, അന്ന് നാം കേൾക്കുന്ന ഗംഭീരനാദമാണ്. ഇന്ന് കേൾക്കുന്ന ശബ്ദമല്ല. ഇന്ന് മൃദുലമായ ശബ്ദമാണ്. ഇന്ന് മനോഹരമായ ശബ്ദമാണ്. ഇന്ന് ശാന്തസ്വരമാണ്. ഇന്ന് കെഞ്ചുന്ന സ്വരമാണ്. നമ്മളെ വിളിക്കുന്ന കെഞ്ചുന്ന സ്വരത്തിലാണ്. മോനെ, ഇതിൻ്റെ ഹൃദയം എനിക്ക് തരുമോ ചോദിക്കുന്നു. മോളെ, ഇതിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരുമോ ചോദിക്കുന്നു. ഇന്ന് വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ്. യാചകനെ പോലെ ചോദിക്കുകയാണ്. നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. മോൻ യുവാവേ, നിൻ്റെ ഭാവി ഞാൻ ശോഭനമാക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. മോനെ, നീ ഒരു സമാധാനപുത്രനായി തീരുന്നത് നിനക്ക് ആഗ്രഹമില്ലയോ എന്നാണ് ചോദിക്കുന്നത്. മോളെ, നീ നിൻ്റെ വീട്ടിൽ ആശ്വാസപുത്രിയായി തീരുന്നത് നിനക്ക് ആഗ്രഹമില്ലെന്നാണ് ചോദിക്കുന്നത്. നിൻ്റെ മാതാപിതാക്കൾക്ക് നീ ഒരു അഭിമാനഭാജനമായി തീരാൻ നിനക്ക് ആഗ്രഹമില്ലെന്നാണ് ചോദിക്കുന്നത്. ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് വരട്ടെ എന്നാണ് അവൻ അനുവാദം ചോദിക്കുന്നത്. ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് വരാൻ നോക്കുന്നു. ഗംഭീരനാദം കേൾക്കുന്നു. ഗംഭീരനാദം. സ്തോത്രം. അന്ന് യോഹന്നാൻ ശ്ലീഹ ഗംഭീരനാദം കേട്ടു. നീ എഴുതി വയ്ക്കുക എന്നാണ് ഗംഭീരനാദം. നീ എഴുതി വയ്ക്കുക. കേട്ടു, ശബ്ദം കേട്ടു. പിന്നെ എന്താണ് ഉണ്ടായത്? എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഞാൻ തിരിഞ്ഞു. ശബ്ദം കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. നിങ്ങൾ ശബ്ദം കേൾക്കുകയാണ്, പക്ഷേ നിങ്ങൾ പലരും തിരിയുന്നില്ല. എത്രയോ ശബ്ദം കേട്ടതാണ്. ദൈവശബ്ദം കേട്ടതല്ലേ? ഇല്ലേ? പക്ഷേ തിരിയുന്നില്ല. തിരിയണം. ശബ്ദം കേട്ടു, തിരിഞ്ഞു. അനുഗ്രഹത്തിൻ്റെ ആരംഭം അങ്ങനെയാണ്. ആദ്യം വചനം കേൾക്കുന്നു. വചനം കിട്ടി. ക്രിസ്തുവിന് വചനം കേട്ടു. ആ വചനം കേട്ടപ്പോൾ തിരിയുന്നു. എന്നോട് സംസാരിച്ച ശബ്ദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. സ്തോത്രം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ഈ നാദം എന്ത്? ഒരു ശബ്ദമേ കേട്ടുള്ളൂ, ആളെ കണ്ടില്ല. എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. പിന്നെ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, വചനം കേട്ടപ്പോൾ തിരിഞ്ഞു. തിരിഞ്ഞാൽ ചില കാഴ്ചകൾ കാണാം. തിരിയണം. ഇതുവരെയും പോയിക്കൊണ്ടിരുന്ന വഴിയിൽ നിന്ന് മാറുക. ഇതുവരെയും പോയിക്കൊണ്ടിരുന്ന വഴി കോപത്തിൻ്റെ വഴിയാണ്, വാശിയുടെ വഴിയാണ്, വഴക്കിൻ്റെ വഴിയാണ്. ഇതുവരെയും പോയിരുന്ന വഴി വൈരാഗ്യത്തിൻ്റെ വഴിയാണ്. ഇതുവരെയും പോയിരുന്ന വഴി അശുദ്ധിയുടെ വഴിയാണ്. ഇതുവരെയും പോയിരുന്ന വഴി പാപത്തിൻ്റെ വഴിയാണ്. എത്രയോ ഹീനമായ ജീവിതമായിരുന്നു നമ്മുടേത്. ഓർത്ത് നോക്കൂ. അതിൽ നാം തിരിയണമെന്നാണ് കർത്താവ് പറയുന്നത്. ഇങ്ങനെ പോയാൽ നരകത്തിൻ്റെ പടുകുഴിയിലേക്ക് നീ വീഴാൻ പോവുകയാണ് കർത്താവ് കാണുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ നീ പോയാൽ നിൻ്റെ ജീവിതത്തിലെ പാവം മാറാത്തതുകൊണ്ട് നരകത്തിൻ്റെ ഭീകരാഗ്നിയിലേക്ക് നീ നീങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണും, അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. ഇന്ന് തിരിയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മനം തിരിയുക. മനുഷ്യ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം മനം തിരിവാണ്. മാനസാന്തരം. അപ്പോസ്തല പ്രവൃത്തി 17-30 വാക്യം വായിക്കാം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടവരായി തീരുവീൻ. സഭാപരിവർത്തനമല്ല, സമുദായ പരിവർത്തനമല്ല, കക്ഷി മാറ്റമല്ല, ഒന്നുമല്ല. മതപരിവർത്തനമല്ല, സമുദായ പരിവർത്തനമല്ല, ഇതൊന്നുമല്ല. ഹൃദയത്തിൻ്റെ മാറ്റമാണ്. മാനസാന്തരപ്പെടുകയും. മാനസാന്തരം. മനസ്സിനാണ് അന്തരം വരുന്നത്, മനസ്സിനാണ് മാറ്റം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. മനസ്സിന് മാറ്റം വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കോപിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ശാന്തശീലനായി തീരുന്നു. എന്തൊരു കോപമായിരുന്നു! ഇപ്പോൾ കോപം വരുന്നില്ല. അനേക കുടുംബങ്ങളിലും സ്വൈര്യം നഷ്ടപ്പെടുന്ന കോപം കൊണ്ടല്ലേ? നിസ്സാര കാര്യത്തിന് ഭർത്താവ് പെട്ടെന്ന് മുൻകോപിയാണ്, പെട്ടെന്ന് കോപിക്കും, ഒച്ചപ്പാടുണ്ടാക്കും. ചിലപ്പോൾ അതിനെ തുടർന്ന് വാഗ്വാദമായി ഭാര്യയും ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു വരും. ഉടനെ തിരിച്ച് അടിക്കുകയായി, പ്രയാസമായി, പ്രശ്നമായി, ആകെ കൂട്ടക്കരച്ചിലായി, പിള്ളേരും കരയും. കുടുംബം ഏതാണ്ട് അനാഥമായതുപോലെ ഇന്ന് കോപത്തിൻ്റെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. കോപഭ്രാന്ത്. അനേകരെ കോപഭ്രാന്ത് പിടിച്ചവരാണ്. ഈ കോപം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്താമെന്ന് പലരും അറിയുന്നില്ല. കോപിക്കുമ്പോൾ
നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ഓട്ടം വർദ്ധിക്കും, രക്തം ചൂടുപിടിക്കും. ഇതൊന്നും ആരും ഗ്രഹിക്കാറില്ല. ഡോക്ടേഴ്സ് പറയുന്നത് ശരീരത്തിൽ രക്തം ചൂടുപിടിക്കും, അപ്പോൾ ശരീരത്തിന് രോഗാണുക്കളെ ചെറുക്കാനുള്ള ശക്തിയുള്ള അണുക്കൾ ആ രക്തത്തിലുള്ളതെല്ലാം അങ്ങ് കത്തിപ്പോകും, അത് വെന്തുപോകും. നമുക്ക് തന്നെ ദോഷം വരുന്നതാണ്. കോപിക്കുമ്പോൾ നമുക്ക് തന്നെ ദോഷം വരുന്നത്. രോഗാണുക്കളെ ചെറുക്കാനുള്ള ശക്തി ഇല്ലാതായി പോരും, ഇമ്മ്യൂണിറ്റി ഇല്ലാതായി പോകും. രോഗാണുക്കളെ ചെറുത്ത് നിൽക്കാനുള്ള പ്രതിരോധ ശക്തി അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കോപിക്കുമ്പോൾ മൂക്ക് വിയർക്കുന്നു, കോപിക്കുമ്പോൾ മുഖം തുടുക്കുന്നു, കണ്ണ് ചുവക്കുന്നു, ശരീരം വിറയ്ക്കുന്നു. അതെല്ലാം വരുന്നത് അത് ശരീരത്തിന് ദോഷമായി തീരുകയാണ്, ദോഷമായി തീരും. ഈ മുഖത്ത് ചുവക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും മൃദുലമായ മുഖത്തിൻ്റെ ആ ഭാഗത്തുള്ള കവിൾത്തടങ്ങളിലെല്ലാമുള്ള രക്തധമനികൾ, ചെറിയ രക്തധമനികൾ പെട്ടെന്ന് രക്തം വന്ന് കൂടുന്നു, അതാണ് ചുവക്കുന്നത്. കണ്ണ് ചുവക്കുന്നു, കണ്ണിൻ്റെ പ്രതലത്തിലുള്ളതായ ആ ട്രാൻസ്പെയറൻ്റ് ഏരിയ, അവിടെ രക്തധമനികൾ പെട്ടെന്ന് രക്തം കൊണ്ടുവന്ന് മൂടുന്നു, അപ്പോഴേക്കും കണ്ണ് ചുവക്കുന്നു. രക്തോട്ടം വർദ്ധിക്കുകയാണ്, ദോഷമാണ്. പ്രഷർ വർദ്ധിക്കുന്നു, ഒന്നും ആരും അറിയുന്നില്ല. ഒരു കാരണവശാലും ഞാൻ കോപിക്കുകയില്ല എന്നാണ് നാം തീരുമാനിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഓരോ ഭ്രാന്തുകൾ, കോപഭ്രാന്ത്, കാമഭ്രാന്ത്, ഇന്ന് മനുഷ്യനെ അലട്ടുന്ന വലിയൊരു അപകടമാണ് കാമഭ്രാന്ത്. ഹൈസ്കൂളിലൊക്കെ പിള്ളേർ ചെല്ലുമ്പോഴേക്കും തന്നെ അവർ ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇന്ന് പണ്ട് കാലത്ത്, ഞാനൊക്കെ പഠിച്ച കാലത്ത്, ഒരു ആൺകുട്ടികൾ പെൺകുട്ടികളോട് മിണ്ടുന്നതിന് ചുരുക്കം, അങ്ങനെയൊന്നും മിണ്ടുകയില്ല. എന്നാൽ ഇന്ന് സംസ്കാരം വളർന്നു, പരിഷ്കാരം വർദ്ധിച്ചു. അപ്പോഴാണ് ആൺപിള്ളേരും പെൺപിള്ളേരും ഇടയ്ക്ക് ഇടകലർന്നിരിക്കണമെന്നായി ചില സ്കൂളുകളിൽ. അതിനപ്പുറത്തേക്ക് പിന്നെ പോകുന്ന കാര്യങ്ങൾ, പറയാൻ ലജ്ജിക്കുന്നതായ കാര്യങ്ങളെല്ലാം സംഭവിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, കാമഭ്രാന്ത്, അതൊരു ഭ്രാന്താണത്. കാമഭ്രാന്ത് അനേകരെ ഈ അശുദ്ധിക്ക് അടിമപ്പെട്ടു പോകുന്നു. ഈ ഭ്രാന്തമായ ആവേശം, അശുദ്ധിയുടെ ആവേശം അനേകരുടെ ജീവിതത്തിൽ നരകമാക്കുന്നു. അവരുടെ കുടുംബജീവിതം നശിച്ചു പോകുന്നു, കുടുംബജീവിതം നശിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉലച്ചിലട്ടുന്നു, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നു കാമഭ്രാന്ത് മൂലം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെയൊക്കെ ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കൂ, എന്തൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരുപക്ഷേ നിങ്ങൾക്ക് ന്യായം പറയാൻ കാണുമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചിന്തിക്കണം, ഓർത്തോർത്ത് അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഓർത്തോർത്ത് ചിന്തിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ ശരീരത്തെ ഞാൻ അശുദ്ധമാക്കി പോയല്ലോ. നീ എനിക്ക് തന്ന അനുഗ്രഹീതമായൊരു ശരീരം, ഈ ശരീരത്തെ ഞാൻ അശുദ്ധമാക്കി പോയല്ലോ. കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാമഭ്രാന്ത്, കോപഭ്രാന്ത് തീർന്നില്ല. പള്ളിഭ്രാന്ത്, അതെന്താണ് അങ്ങനെ പറയുന്നത്? പള്ളിഭ്രാന്ത്. ഇന്ന് പള്ളി അച്ഛനെന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ ആളുകളെ പേടിക്കും. ആ യോഗത്തിലേക്ക് പോകരുത്, അവിടെ പോയാൽ നാശമാണ്, നഷ്ടമാണ്, ഒരിക്കലും പോകരുത്, നിങ്ങൾ പള്ളിയിൽ നിന്ന് മുടക്കിക്കളയും, നിങ്ങളുടെ ശവശരീരം അടക്കാൻ സമ്മതിക്കുകയില്ല, നിങ്ങൾക്ക് കല്യാണം കഴിച്ച് തരികയില്ല എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ പാവപ്പെട്ട ജനം പേടിക്കും. പള്ളിഭ്രാന്ത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും കണ്ട് പേടിക്കേണ്ടതല്ല. നമുക്ക് ജീവിതത്തിൽ ചില നിഷ്ഠകൾ വേണം. യേശു എനിക്ക് വേണം. എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എനിക്ക് പള്ളി നഷ്ടപ്പെട്ടാലും എൻ്റെ യേശു എനിക്ക് വേണം. ഞങ്ങളുടെ വലമ്പൂർ പള്ളിയിൽ രണ്ട് കക്ഷികളുണ്ടായിരുന്നു. അവിടെ പക്ഷേ ഏതാനും വർഷം മുമ്പ് രണ്ട് കക്ഷികളും കൂടി യോജിച്ചിരുന്ന് സംസാരിച്ച് ഭാഗം പിരിഞ്ഞു. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ആ പള്ളിയിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ പള്ളിയിൽ പ്രശ്നമൊന്നുമില്ല. വളരെ ഐശ്വര്യമായി നടക്കുന്നു, സ്നേഹമായി. ഞാൻ കേട്ടു, ഞാനോട് നേരിട്ട് പറഞ്ഞതല്ല, ഞാൻ കേട്ടു. അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനി, കൊച്ചി ഭദ്രാസന തിരുമേനി പറഞ്ഞു, യോഹന്നാൻ സാർ അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടായതെന്ന് തിരുമേനി പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ തിരുമേനിയല്ല അറിഞ്ഞു, അവിടെ കൂട്ടായ്മയുള്ളതുകൊണ്ട്, ആ കൂട്ടായ്മയിലെ ആളുകൾ വരുന്നതുകൊണ്ട്, രണ്ട് ഭാഗത്തുള്ള ആളുകൾ വരുന്നതുകൊണ്ട്, ആ കൂട്ടായ്മയിൽ കൂടി സ്നേഹത്തിൻ്റെ സന്ദേശം കിട്ടിയതുകൊണ്ട് അവിടെ ഐക്യം വരാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കലും കക്ഷിയുടെ ആളായിട്ടില്ല. കാരണം മഴക്കാലം മുതൽ നിൽക്കുന്ന സഭയിൽ നിൽക്കുന്നു, ഓർത്തഡോക്സ് സഭയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് പാത്രീസ് ഭാഗത്തോട് യാതൊരു വിരോധവുമില്ല, ഒരു അനൈക്യവുമില്ല, ഒരു അകൽച്ചയുമില്ല. മാർത്തോമാ സഭയും യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ഇവാഞ്ചലിക്കൽ സഭയും എന്ന് വേണ്ട എല്ലാ സഭകളും ഞാൻ എല്ലാവരെയും ആദരിക്കുന്നു. എന്തിന്? പെന്തിക്കോസ്ത് സഭകളെപ്പോലും ഞാൻ ആദരിക്കുന്നു. ഞാൻ എൻ്റെ സഭയിൽ ചേർന്ന് നിൽക്കുന്നു. ഞാൻ പള്ളി മാറിയിട്ടില്ല, പള്ളി മാറുന്നില്ല. സഭ മാറിയിട്ടില്ല, സഭ മാറുന്നില്ല. എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ യേശുവിൻ്റെ സുവിശേഷം 4 പേര് കേൾക്കണം മാത്രം, വേറെ ലക്ഷ്യമില്ല. യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളിൽ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്കും ജീവിതത്തിൽ ചില നിഷ്ഠകൾ വരണം.
ഒന്നിനും നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്. കോപത്തിന് അടിമപ്പെട്ടു പോകരുത്, അശുദ്ധിക്ക് അടിമപ്പെട്ടു പോകരുത്, അവിശ്വാസത്തിന് അടിമപ്പെട്ടു പോകരുത്, സംശയങ്ങൾക്ക് അടിമപ്പെട്ടു പോകരുത്, ധിക്കാര മനോഭാവത്തിന് അടിമപ്പെട്ടു പോകരുത്, അഹങ്കാരത്തിന് അടിമപ്പെട്ടു പോകരുത്, അഹങ്കാരം, സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടു പോകരുത്, ദൈവാഗ്രഹത്തിന് അടിമപ്പെട്ടു പോകരുത്. അനേകം ഭീകരമായ പാപങ്ങൾ നമ്മളെ ഗ്രസിച്ചിരിക്കുകയാണ്, നമ്മെ ഒഴുകിയിരിക്കുകയാണ്. ഈ പാപങ്ങളിൽ നിന്നെല്ലാം നാം മോചനം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. കേട്ടു, തിരിഞ്ഞു. ശബ്ദം കേട്ടു, തിരിഞ്ഞു. എന്താണ് ഈ ശബ്ദം? തിരിയണം. പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. ബലഹീനനായ എൻ്റെ ശബ്ദമല്ല നിങ്ങൾ കേൾക്കുന്നത്. കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വരത്തിലാണ്. ക്രിസ്തുവിൻ്റെ സ്വരമാണ് ഞാൻ കേൾക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്വരമാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നല്ലതുപോലെ അറിയാം. ദൈവത്തിന് സ്തോത്രം. കാരണം എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല, വേറെ യാതൊരു ഉദ്ദേശവുമില്ല. ഇന്നെന്നല്ല എവിടെയാണെങ്കിലും ഒരു യോഗത്തിന് പോയതിൽ കൂടി വേറൊരു ഉദ്ദേശവുമില്ല, വേറെ ഒരു ലാക്കുമില്ല, പേഴ്സണലായിട്ട് ഒരു ഗെയിനുമില്ല, ഒരു ലാഭേച്ഛയുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വിശ്രമമില്ലാതെ ഓടുന്നതിന് വേറെ ലാക്കൊന്നുമില്ല, ഒരു ലാക്കുമില്ല. കർത്താവിന് സ്തോത്രം. എൻ്റെ ദൈവം എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ആകെ ഒരു ലാക്ക് മാത്രം. കുറേ ആളുകൾ രക്ഷപ്പെടണം, കുറേ ആളുകൾ ക്രിസ്തുവിനെ കണ്ടെത്തണം, കുറേ ആളുകൾ നിത്യജീവൻ പ്രാപിക്കണം, കുറേ ആളുകൾ സ്വർഗത്തിലെത്തണം. ദൈവത്തിന് സ്തോത്രം. കുറേയേറെ ആളുകൾ യേശു ആരാണെന്ന് തിരിച്ചറിയണം. കുറേയേറെ ആളുകൾക്ക് ക്രൂശിൻ്റെ രക്ഷാസന്ദേശം ഗ്രഹിക്കാൻ ഇടയാകണം. ക്രൂശിൻ്റെ രക്ഷാസന്ദേശം, കുരിശിൻ്റെ അർത്ഥം എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. എന്താണ് കുരിശ്? ആർക്കും അറിഞ്ഞുകൂടാ. പാവങ്ങൾ, സാധുക്കളായ ആളുകൾ പള്ളിയിലൊന്ന് കുരിശുമത്തുന്നു, കുരിശുമത്തി കാണിക്കിട്ടിട്ട് പോകുന്നു. എന്താണ് കുരിശുമത്തെന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ പാടില്ല. വെള്ളിയാഴ്ച ദിവസം കുരിശ് കുമ്പിടുന്നു. എന്താണാവോ? എല്ലാവരും കുമ്പിടുന്നു, ഞാനും കുമ്പിടുന്നു. ആർക്കും അറിഞ്ഞുകൂടാ, അർത്ഥം അറിഞ്ഞുകൂടാ. ക്രൂശിൻ്റെ രക്ഷാസന്ദേശം എന്ത് എന്ന് അറിയിക്കാനൊന്നും ആളില്ല, അത് പറയാനൊന്നും ആളില്ല, ജനത്തിന് അറിയിച്ചു തരാൻ ആളുകളില്ല. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, വെല്ലുവിളിയായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എഴുന്നേൽക്കാമോ? കർത്താവിന് വേണ്ടി എഴുന്നേൽക്കാമോ? ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന് സ്ഥാനാപതിയായി എഴുന്നേൽക്കാമോ? ക്രിസ്തുവിൻ്റെ അംബാസഡറായി എഴുന്നേൽക്കാമോ? ക്രിസ്തുവിന് വേണ്ടി വചനം പറയാൻ എഴുന്നേൽക്കാമോ? ക്രിസ്തുവിന് വേണ്ടി ഓടി നടക്കാൻ എഴുന്നേൽക്കാമോ? നിങ്ങൾ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സാധിക്കുമോ? കർത്താവിൻ്റെ വേല, യേശുവിൻ്റെ വേല. ദൈവത്തിന് സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ കൈകൾ നിശ്ചലമായി പോയി. 2000 വർഷം മുമ്പ് യേശുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. 2000 വർഷം മുമ്പ് യേശുവിൻ്റെ നാവ് നിശബ്ദമായി പോയി. 2000 വർഷം മുൻപ് യേശുവിൻ്റെ കാലുകൾ നിശ്ചലമായി പോയി. എന്നാൽ ഇന്ന് യേശു ഈ ലോകത്തെമ്പാടും സഞ്ചരിക്കുന്നു. ആരിൽ കൂടി? തനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കാലുകളിൽ കൂടി യേശു സഞ്ചരിക്കുന്നു. ഇന്ന് യേശു സംസാരിക്കുന്നു. ആരിൽ കൂടി? തനിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ നാവിൽ കൂടി സംസാരിക്കുന്നു. 2000 വർഷം മുൻപ് യേശുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു. എന്നാൽ ഇന്ന് യേശു ഓരോരുത്തരെയും നോക്കുന്നു, രോഗികളെ നോക്കുന്നു, ആതുരരെ നോക്കുന്നു, ദുഃഖിതരെ നോക്കുന്നു, അവസരം നോക്കുന്നു. ആരിൽ കൂടി? യേശുവിൻ്റെ ആത്മാവുള്ള ദൈവമക്കളിൽ കൂടി. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ജീവിക്കുകയാണ്. യേശുക്രിസ്തു മൺമറഞ്ഞു പോയിരിക്കുകയല്ല, തീർന്നില്ല. 3-ാം നാൾ കല്ലറയെ തട്ടി തകർത്തുകൊണ്ട്, മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശുവിനെ നിങ്ങൾക്കൊന്ന് കാണാമോ പ്രിയപ്പെട്ടവരെ? യേശു നിങ്ങൾ നോക്കാമോ? അവർ ശബ്ദം കേട്ട് നിങ്ങൾ തിരിയാമോ? തിരിയുക, മനം തിരിയുക. സ്തോത്രം. മനം തിരിയുക. എന്തൊരു ഭാഗ്യമാണ് ഈ മനം തിരിവ്. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ, അവന് വീട്ടിലെ ജീവിതം അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മയാണ്, അപ്പനില്ല. അമ്മയ്ക്ക് വലിയ പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥന. ഇങ്ങനെയുണ്ടോ ഒരു പ്രാർത്ഥന? ഇത്ര നേരം പ്രാർത്ഥിക്കുന്നത്? അവൻ മടുത്തു. പ്രാർത്ഥനയും അവൻ മടുത്തു. അവൻ പറഞ്ഞു, എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഇത്ര പ്രാർത്ഥനയൊക്കെ. എനിക്കങ്ങനെ ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ മോനെ, നീ അങ്ങനെ പറയല്ലേ, അങ്ങനെ കഷ്ടമല്ലേ, ദൈവം തമ്പുരാൻ വേദനയല്ലേ, അങ്ങനെ ദൈവം എന്ന് പറഞ്ഞ് വെറുതെ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാൻ വരുന്നില്ല, ഞാൻ വരുന്നില്ല. പ്രാർത്ഥിക്കൂടാതായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പോവുക, എനിക്ക് വയ്യ ഈ കൂട്ടിലടച്ചിട്ടതുപോലെ ഇങ്ങനെ ഇരിക്കാൻ, എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണ്ടേ, ഞാൻ പോവുക. മോനെ, നീ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടെന്ന് എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഒരു സ്വാതന്ത്ര്യം വേണം, ഞാൻ പോവുക. അവൻ പോകുമെന്ന് ഉറപ്പായപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ പോവുകയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോളണേ, നീ ഒരു വിഷമസന്ധിയിൽ വരുമ്പോൾ, ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ, നിനക്ക് പ്രയാസഘട്ടം വരുമ്പോൾ നീ പറയണം, എൻ്റെ അമ്മയുടെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയണം. ഒരു പ്രയാസഘട്ടം വരുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി, എൻ്റെ അമ്മയുടെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. അവൻ കേട്ടപ്പെട്ട് കാണിച്ചില്ല, പോയി പട്ടണത്തിൽ പോയി തോന്നിയ ജീവിച്ചു. എങ്ങനെ തോന്നിയ ജീവിച്ചാലും സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഒരവസരത്തിൽ കടുത്ത നിരാശയിൽ
കടുത്ത ഏകാന്തതയിലായി. അവൻ മരിച്ചു കളയാമെന്ന് വിചാരിച്ചു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. മരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ഓർത്തു, ഇങ്ങനെ അമ്മ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മയുടെ ദൈവമേ രക്ഷിക്കണമെന്ന്. സമാധാനമില്ലാതെ വരുമ്പോൾ, നിരാശ വരുമ്പോൾ അമ്മയുടെ ദൈവമേ രക്ഷിക്കണമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ മുട്ടുകുത്തി. എൻ്റെ അമ്മയുടെ ദൈവമേ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ രക്ഷിക്കണം. എൻ്റെ അമ്മയുടെ ദൈവമേ, അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ രക്ഷിക്കണം. അവൻ ഏങ്ങലടിച്ച് കരഞ്ഞു. ആരും കൂടെയില്ല. വിധി കരഞ്ഞു. യേശുവേ, ഞാൻ ഇതാ നിനക്കായി എന്നെ സമർപ്പിക്കുന്നു. അമ്മയുടെ അടുക്കിലേക്ക് വന്ന് അമ്മയോട് ഒരുമിച്ച് ജീവിച്ചു. അവനാണ് പ്രസിദ്ധ സുവിശേഷനായ R.A. ടോറി. അവൻ പറഞ്ഞൊരു വാക്യമുണ്ട്, പ്രസിദ്ധമായ വാക്യമാണ്. പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ്, വർക്ക് ഫോർ ഗ്രേറ്റ് തിങ്സ് ആൻഡ് പ്രേ ആൻഡ് പ്രേ ആൻഡ് പ്രേ എവർ മോർ. പ്രസിദ്ധമായ വാക്യമാണ്. പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ്, വൻ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ്, വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. വർക്ക് ഫോർ ഗ്രേറ്റ് തിങ്സ്, വൻ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആൻഡ് പ്രേ ആൻഡ് പ്രേ ആൻഡ് പ്രേ എവർ മോർ, വീണ്ടും 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പ്രസിദ്ധ സുവിശേഷനായി മാറി. പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലാതെ അഴുന്ന് വിഷമിക്കുന്നവർക്ക് സമാധാനം തരാൻ യേശുവുണ്ട്. കർത്താവേ, ഒരിറ്റ് സമാധാനം തന്നിട്ട് പോകണമേ. എൻ്റെ രോഗമുള്ള ശരീരത്തിൽ ഒന്ന് തൊട്ടിട്ട് പോകണമേ. എൻ്റെ സ്വൈര്യമില്ലാത്ത കുടുംബത്തിലേക്ക് നിന്ന് കടന്നു വരണമേ. സമാധാനമില്ലാത്ത കുടുംബത്തിലേക്ക് വന്ന് ഒരാശ്വാസം തരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന് എനിക്കൊരു ശാന്തി തരണമേ. യേശുവേ, നീ ഇപ്പോൾ എൻ്റെ അരികിലേക്ക് ഒന്ന് വരണമേ. അതാ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിൻ്റെ അരികിലേക്ക് വന്ന് എല്ലാവർക്കും ആശ്വാസം കൊടുത്തവനായ യേശുവേ, ഇന്ന് ഞാനിതാ നിൻ്റെ സമീപത്തേക്ക് വന്നുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ വീണുകൊണ്ട് തൃപ്പാദം ചുംബിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നാഥ, ഇന്ന് നീ എനിക്ക് സമാധാനം തരണമേ. നാഥ, നീ എന്നെ സഹായിക്കണമേ. ഞാൻ അഴലുന്നവനായി വലയുന്നവനായി രാത്രി മുമ്പാകെ വന്നിരിക്കുന്നു. അനേകം പാരവശ്യങ്ങൾ, ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ, അനേകം പാരവശ്യങ്ങൾ, ആകുലങ്ങളുടെ കാര്യങ്ങൾ, അനേകം പരവശതകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പരവശതകൾ. കർത്താവേ, നീ എന്നെ തൊടണമേ. നിൻ്റെ ആണിപ്പാടുള്ള കരൻ്റെ തൊടണമേ. നാഥ, തിരുമുമ്പാകെ വരാൻ ഞാൻ യോഗ്യനല്ല. അനേകം പാപങ്ങൾക്ക് എനിക്ക് വന്നുപോയി. കർത്താവേ, എൻ്റെ ജീവിതം അഴുക്ക് പിടിച്ചതാണ്. അനേകം ദുശ്ശീലങ്ങളിലേക്ക് വന്നുപോയി. ഞാൻ ചിലർ ഉപദ്രവിച്ചിട്ടുണ്ട്, ചിലർക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ വാക്കുകൾ ചിലരെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്, ചിലരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കരുണയുള്ള കർത്താവേ, ഞാൻ ചിലരെ ദ്രോഹിച്ചിട്ടുണ്ട്, ചിലരുടെ ശത്രുത്വം പുലർത്തിയിട്ടുണ്ട്. ചിലർ വഴക്കും പിണക്കവും വൈരാഗ്യവുമായി ഞാൻ ഇരുന്നിട്ടുണ്ട്. പകയും വിദ്വേഷം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, തെറ്റുകളേറെ പറ്റിപ്പോയി. എൻ്റെ ശരീരം മദ്യത്തിന് ഞാൻ കൊടുത്തുപോയി, വ്യഭിചാരത്തിന് കൊടുത്തുപോയി. കർത്താവേ, തെറ്റുകളേറെ പറ്റിപ്പോയി. നാഥ, തിരുമുമ്പാകെ വരാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ നാഥ, നീ ഇപ്പോൾ എൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ നിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ ഞാൻ കിടക്കുന്ന തൊങ്ങൽ എൻ്റെ മേലും തൊട്ടിട്ട് പോകണമേ. എനിക്ക് തൊടാൻ യോഗ്യതയില്ല. നിൻ്റെ പാദമെടുത്ത് തൊടാൻ എനിക്ക് അർഹതയില്ല. അവിശുദ്ധ പാദത്തോടെ എനിക്ക് യോഗ്യതയില്ല. നീ നടന്നു പോകുമ്പോൾ നിൻ്റെ ആ തിരുശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ആ തൊങ്ങൽ തൂങ്ങി ഞാൻ കിടക്കുന്നത് ഒന്ന് എന്നെ തൊട്ടിട്ട് പോകണമേ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ യേശുവിനെ വിളിക്കുമോ? യേശുവിനെ കാണുമോ? യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? യേശു അതിൻ്റെ അരികത്തോട് നടന്നു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ശബ്ദം കേട്ടു, പെരുവെള്ളത്തിൻ്റെ ചേരച്ചിൽ പോലെ ശബ്ദം കേട്ടു തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ശബ്ദം കേട്ടു, തിരിയുന്ന ദിവസമായി തീരട്ടെ. വലിയൊരു തിരിവ് വരട്ടെ. ഞാൻ മദ്യം തൊടുകയില്ല, നിങ്ങൾ തീരുമാനിക്കുക. മദ്യം തൊടുകയില്ല, ഞാൻ കോപിക്കുകയില്ല, ഞാൻ വാശി പിടിക്കുകയില്ല, ഞാൻ വൈരാഗ്യപ്പെടുകയില്ല. ആരോടെല്ലാം ഞാൻ പിണങ്ങിയിരിക്കുന്നവരോടെല്ലാം ഞാൻ ഇണങ്ങും. ആരോടെല്ലാം വൈരാഗ്യത്തിലിരിക്കുന്നു അവരെക്കുറിച്ച് എനിക്ക് ഒരു പ്രയാസമില്ലാതെ അവരുമായി ഇണങ്ങിച്ചേർന്ന് ഞാൻ ജീവിക്കും. കർത്താവേ, കുടുംബത്തിൽ ഞാനൊരു സമാധാനപുത്രനായിരിക്കും. കുടുംബത്തിൽ ഞാനൊരു സമാധാനപുത്രിയായിരിക്കും. കർത്താവേ, ഞാൻ എൻ്റെ യേശുവേ, ദൈവത്തിൻ്റെ മനുഷ്യർക്കും നല്ലവനായി ഞാൻ ജീവിക്കും. യേശുവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. ആ തൃക്കരൻ്റെ തലമേൽ വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. ആ തിരക്തമ്മയുടെ കരുണ തലമേൽ വയ്ക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന്. ആ തിരക്തനെ ശുദ്ധീകരിക്കും. അതിനുവേണ്ടിയാണല്ലോ നീ ക്രൂശിൽ മരിച്ചത്. ആ തിരക്തനെ കഴുകും. അതിനുവേണ്ടിയാണല്ലോ നീ ക്രൂശിൽ മരിച്ചത്. യേശുവേ, ഞാൻ ആത്മാവിൽ മരിച്ചുപോയി, എനിക്ക് ജീവൻ തരണമേ. ആത്മാവിൽ ജീവൻ തരണമേ.
പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് അപേക്ഷിക്കൂ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കൂ. കർത്താവെ അനുഗ്രഹിക്കണമേ, എൻ്റെ തൃക്കരം വയ്ക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആരെല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരെല്ലാം ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. യേശു നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. യേശു നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവനോട് പറയൂ, അവനോട് നിങ്ങൾ ഏറ്റു പറയൂ, കർത്താവേ, ഇന്നു മുതൽ നാഥ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ. യേശുവിനോട് നിങ്ങൾ പറയൂ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ വാക്ക് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എങ്കിലിപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്ന സമയമാണ്. സ്വർഗം തുറന്നിരിക്കുന്ന സമയമാണ്. യാചിക്കേണ്ടും സമയം ഇതാ, മോചിക്കും അഴുകിയതാൻ ഇത് നമസ്കാരത്തിന് സമയം, ഇത് തന്നെ കരുണാസമയം. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക. ഈ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതെ ഇപ്പോൾ തന്നെ ജീവിതം കർത്താവിന് കൈമാറുക. യേശുവിൻ്റെ കരങ്ങളിലേക്ക്, ആണിപ്പാടുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം വരവേൽച്ചു കൊടുക്കുക. യേശുവിനോട് പറയുക, യേശുവേ, ഇന്നു മുതൽ നാഥ ഞാൻ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, യേശുവോട് പറയൂ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ പറയൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പറയൂ, യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. അങ്ങനെ ഉള്ളത്തിൽ നിന്ന് പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞവർ മാത്രം ഹൃദയത്തിൽ തീരുമാനമുള്ളവർ മാത്രം കരം ഉയർത്തിയാൽ മതി. അവരുടെ മേലെ കർത്താവ് കരം വയ്ക്കും. അവരുടെ മേലെ കർത്താവിൻ്റെ കരം പിടിക്കും. അവരെ കർത്താവ് അനുഗ്രഹിക്കും. അവരുടെ ശാപങ്ങൾ മാറും, അവരുടെ രോഗങ്ങൾ മാറും. അവരുടെ മരിച്ചുപോയി ആത്മാവ് ജീവൻ പ്രാപിക്കും. അവർ അനുഗ്രഹീതരായിത്തീരും, പുതിയ സൃഷ്ടിയായിത്തീരും. അവരുടെ ഭാവി ശോഭനമാകും. അങ്ങനെ തീരുമാനമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളുടെ തീരുമാനങ്ങൾ അവിടുന്ന് എഴുതി വെച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, പുസ്തകച്ചുരുളിൽ ഞങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവിടെ നിന്നെല്ലാം കാണുന്നില്ല കർത്താവേ, അവിടെ നിങ്ങളുടെ ഭാവി കാണുന്നില്ല കർത്താവേ. യേശു ഉള്ളവരായി ജീവിപ്പാൻ ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരും യേശുവിന് രണ്ടാമത്തെ ഒരു വേണ്ടി നോക്കി പാർത്തിരിപ്പാൻ ക്രമ നൽകണമേ കർത്താവേ. എന്ന് തീരുമാനമെടുത്തവരുടെ പാപങ്ങളെല്ലാം കഴുകി കൊടുക്കണമേ കർത്താവേ. എല്ലാ പാപവും കർത്താവെ, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നിരൂപണത്തിലും മനോരാജ്യത്തിലും വന്നുപോയ സകല പാപങ്ങളും കർത്താവെ ക്ഷമിച്ചു കൊടുക്കണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വീണ്ടെടുക്കണമേ നാഥ. ഒരു പുതിയ ജന്മം എടുക്കുന്ന അനുഭവം എല്ലാവർക്കും ലഭിക്കട്ടെ കർത്താവേ. അവിടെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക.